ഹലോ ഹായ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും എൻ്റെ കസിനായ അമ്പിളിയും പിന്നെ ഒരാൾ കൂടി ഉണ്ട് ഞങ്ങളുടെ. ഞങ്ങൾ 3 പേരും കൂടി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അത് ഞങ്ങളുടെ ചേച്ചിയാണ്, എറണാകുളത്തു നിന്നാണ് വരുന്നത്. ചേച്ചി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങുകയാണ്. രാവിലെ നല്ല തിരക്കുണ്ട് റോഡിലൊക്കെ. ഹൈവേ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കുണ്ട്. ആദ്യം തന്നെ നമുക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാം. പെട്രോൾ അടിച്ചിട്ട് പോവാം. നമ്മൾ ബൈപ്പാസ് കയറി നേരെ അങ്ങ് പോവാണ്. ഈ ഒരു യാത്രയിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചെന്നാൽ ഇത് ഞങ്ങളുടെ മൂലകുടുംബ ക്ഷേത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാനെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു പോരണമെന്ന്. അങ്ങനെ ഭഗവാന് കൊടുക്കാനുള്ള പ്രസാദമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. കൊടുക്കാനായിട്ട് അകത്തേക്ക് കയറുകയാണ്. ഇന്ന് എന്തോ പ്രത്യേകതയുള്ള ദിവസമാണ്, പ്രദോഷമാണ് ഇന്ന്. അതായത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഇവിടെ ശിവനും പാർവതിയും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നു എന്നാണ് പ്രത്യേകത. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. തൃപ്പൂത്തുത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഐതിഹ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. സ്ത്രീകളുടെ ശക്തിയെയും കുടുംബ സൗഭാഗ്യത്തെയും പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമായിട്ടാണ് ഇതറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തൃപ്പൂത്ത് ആറാട്ട് സമയത്ത് ദേവി നടയിൽ നിന്ന് വേറൊരു നടയിലേക്ക് കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടും ആഘോഷങ്ങളായിട്ട് കാണപ്പെടുന്നത്. ഉത്സവം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാനെ ശീവേലി എഴുന്നള്ളി പുറത്ത് വലം വയ്ക്കുകയാണ്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു. പിന്നെ ഇതാണ് നന്ദികേശൻ. നമ്മുടെ മനസ്സിലുള്ള എന്ത് കാര്യങ്ങളും ഭഗവാനോട് നേരിട്ട് പറയുന്നതിന് പകരം ഈ നന്ദിയോട് പറഞ്ഞാൽ മതിയാവും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വഴിപാടൊക്കെ നടത്തി, പ്രസാദവും വാങ്ങിച്ചു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.